ഞാൻ ഉദ്ദേശിച്ച കൂർക്ക മെഴുക്കുവരട്ടി ഇങ്ങനെ ഇരിക്കും. കുളിക്കാം. അങ്ങനെയുണ്ട്. ഇന്നുണ്ട്. അതിനല്ലേ നീ ഒരുങ്ങിയിരിക്കുന്നത്? നാളെ നാളെ ഇല്ല. കഴിയോ? തുണി ഇട്ടിട്ട് വേണം നോക്കാൻ. വാച്ച് ഇടാൻ മറക്കരുത്. ഈ വാച്ച് 1.5 ബാഗിനകത്തായിരിക്കും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. വൈകിട്ട് വാ. വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് വിളിക്കാം, ഇല്ലെങ്കിൽ വിളിക്കാം. ആ പാൻറ് ഇച്ചിരി ഇറക്കിയിട്ടെ. പാൻറ് കുറച്ചുകൂടെ ഇറക്കിയിട്ടെ. യൂണിഫോം ആയിക്കൊണ്ട് പോയി പറഞ്ഞേ. ഇറക്കി അടിച്ചൂടെ സ്വല്പം കൂടെ? അത് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയില്ല. ആരാണി? പാൻറ് ഇച്ചിരി ഇറക്കിയിട്ടെ. എന്തിനാ ഓടുന്നേ? ഇന്ന് നേരത്തെ ആണല്ലോ. ശീലമാണോ? എന്നുവെച്ച് താമസം ഇറങ്ങിയാൽ മതി. ശാംഭവി, അടുത്ത ശാംഭവി ഷൂട്ടോ. ശാംഭവി ഷൂട്ടോ. എൻ്റെ പൊന്ന്, ചേട്ടാ ബാഗ് കൊണ്ട് എടുത്തേക്കാവോ? തന്നെ പൊക്കോട്ടെന്നോ? അയ്യോ, അതൊന്നും ആയില്ല. ദേടേ പോന്നു. എന്നാ ബാഗ് എന്നാ തന്നെ പൊക്കോ. പക്ഷെ ബാഗ് ഇടാതെ പോന്നേ. അപ്പൊ വെന്തോളൂന്നോ? ആ അമ്മ അപ്പൊ വന്നോളും. ഇനി ഈ പുഴു അതെ മുഖം കണ്ടോപ്പേ. ഒരു സെക്കൻഡ് അവിടെ നിന്നേ. അപ്പ വരുന്നതിന് മുന്നേ നമുക്ക് തന്നെ പോകാൻ വേണ്ടി ഓടും. തന്നെ പൊക്കോ. പക്ഷെ അപ്പ തന്നെ പൊക്കോ. അപ്പ പുറകെ കാണുന്നേ ഉള്ളൂ. വേറെ ഒരു കയ്യിലും കണ്ടില്ല തുളയുള്ളത്. ആ പിന്നെ ബാക്കി പിന്നെ എന്തോ തുളയല്ലേ? എന്താ ദേവിയേ, അപാര ജന്മമാണ് കേട്ടോ. ശാംഭവിയുടെ വള്ളി, ശാംഭവിക്ക് കാക്കാൻ വേണ്ടി ആക്കരക്കടയിൽ നിന്ന് വള്ളി പിടിച്ച് വെച്ചേക്കുക. അല്ലെ മൊബൈലിന്റെ ചാർജറൊക്കെ എടുത്തോണ്ട് പോകുന്നത്. ഇതെന്താ ആക്കരക്കടയിൽ നിന്ന് കൊണ്ടുവന്ന് അടുത്ത സാധനം കണ്ടോ? എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് വേണ്ട ഒരു തുണി ഇടണം. നല്ല സുഖമാണ് കേട്ടോ ഇതിട്ട് കിടക്കുമ്പോഴേ. തണുപ്പ് കാലത്താണ് ഒന്നുകൂടെ ഒരു സുഖം. പിന്നെ കൊതുക് അങ്ങനെ കടിക്കത്തില്ല. അവിടെ കൊതുകിൻ്റെ ശല്യമുണ്ട്, പക്ഷെ കൊതുക് അങ്ങനെ കടിക്കില്ല, ഏക്കത്തില്ല കടിച്ചാലും. അതാ അടിയ ബസ് പോവും. ബാ ബാ. വരുന്നില്ലേ? എന്നാ ഞാൻ പോവാണേ. ഇന്ന് പോകുന്നില്ലേ നീ? നീ ഇന്ന് പോകുന്നുണ്ടോ? ഇവിടെ വാടി. നീ ഇന്ന് പോകുന്നില്ലല്ലേ? അപ്പം അത്ര നമ്മുടെ ഇവിടെ അടുത്ത് അത്ര മണ്ണുള്ളതില്ല. നോക്കാം. ആ ആലോചിച്ച് നോക്കാനേ ഉള്ളൂ. ആ
ഇവിടെ ആരില്ല. ചോദിക്കൊന്നും വേണ്ട. ഞാൻ അവിടെ നിന്ന് ചോദിച്ചേ സുഖമാണോന്ന് ചോദിച്ചേ. സുഖമാണോ? അതെ. ഇവിടെ അപ്പം തുടങ്ങില്ല. മതിയോ? അപ്പക്കുണ്ടോ? എനിക്ക് ക്ലാസ് ഉണ്ട് നാളെ. ഇല്ല അപ്പക്ക് അമ്പത്തി പോവോ? ഏതാ ശബരിമല? അത് 10 സാധനം. ശബരിമല ആരുണ്ട്? എല്ലാരും ഉണ്ട്. ദേവിയമ്മ, ദേവി, കാളി. എന്നാലും മെയിൻ ആളുടെ പേര് പറയല്ലേ? ആരാ? അയ്യപ്പൻ എവിടെയാ? അമ്പലത്തില്. ഏതമ്പലത്തിലാ? പാറമ്പലത്തില്. മതിയോ? ആ മതി. അമ്പലത്തില് അച്ഛൻ കോവില്. അച്ഛൻ കോവിലോ? അതെവിടെ കിട്ടി നിനക്ക്? അതൊക്കെ ഉണ്ട്. മതിയോ? അച്ഛൻ പാറ. അച്ഛൻ പാറയോ? പള്ളിയുടെ ഇവിടെ ആയിക്കുണ്ട്. അപ്പ പാറ പാറമ്പലം എവിടെയാ? പാറയമ്പലം അവിടെയാ. അതാ അയ്യപ്പൻ അമ്പലം. അതാ പറഞ്ഞു. കാണത്തില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? ആ മലയ്ക്ക് അപ്പുറത്താ. അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പ് ചെരുപ്പ് വേണ്ടേ? ചെരുപ്പ് എന്തിനാ നിനക്ക്? നിനക്ക് വേണം എൻ്റെ ചെരുപ്പ്? എനിക്ക് ചെരുപ്പ് വേണ്ട. ചെരുപ്പൊക്കെ ഒന്നും ഇടാതെ എല്ലാ ദിവസവും അമ്പലത്തിൽ ചെരുപ്പിടാതെ പോകുന്നതുകൊണ്ടാണ് എനിക്ക് മലയ്ക്ക് പോയപ്പോൾ ഒന്നും വലിയ വിഷയമില്ല. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വരെ എനിക്ക് പണി കിട്ടിയതാണ്. ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെ പണി കിട്ടിയില്ല. ചെറിയ ചെറിയ കേസൊക്കെ ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെട്ട് എത്ര എടുത്ത് ഞാൻ മെഡിക്കൽ ഇമാരുടെ മെഡിക്കൽ ഇതുണ്ടല്ലോ അതിനകത്ത് കയറി മരുന്നൊക്കെ തേച്ചാൽ ഞാൻ പോയ കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം ഒന്നുമില്ല, ഒരു വിഷയമില്ലായിരുന്നു. ഉണ്ടോ നാരായണിയൊക്കെ പോയി, സ്കൂളിൽ പോയി. ബസ് വന്നു അവളുടെ. ഈ ചുമ്മാ അവിടെ പോയി ഒന്ന് വർത്താനം പറഞ്ഞു നിന്ന് സമയവും കളഞ്ഞ്. നീ എന്തോ ഉണ്ടാക്കുന്നത്? മെഴുക്കോട്ടി എന്തോ ആണ്. നാരായണി പോയല്ലേ? അവിടെ പോക്കോ. ആ അറിയാലോ, പിന്നെ എന്നതിനാ എന്നോട് പറയുന്നത്? ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. അങ്ങോട്ട് കയറി നിൽക്കും, മാറി നിൽക്കുക, അല്ല അവിടെ അനങ്ങാൻ നിൽക്കുക. കാപ്പിക്ക് ഉണ്ടാക്കിയില്ലായിരുന്നു, പിള്ളേർക്ക് പോകണ്ടായിരുന്നു. പൊറോട്ട മേടിച്ചായിരുന്നേ. എന്തോ? ആ ഉണ്ട്. പിള്ളേരുടെ എൻ്റെ പേരോ അതോ പിള്ളേരുടെ പേരോ? പിള്ളേരുടെ പേര് ഒരാളുടെ പേര് ആദികേശി, ഒരാളുടെ പേര് ആദിത്യൻ. ആദിത്യൻ ഇന്ന് സ്കൂളിൽ പോകാൻ തുണി തേക്കുന്നു. 10ലാണ് പഠിക്കുന്നു, മറ്റേത് 7. പൊക്കോട്ടവന് ഇന്ന് ഇച്ചിരി നേരം പോയടാ. ആദിത്യൻ വീട്ടിലുണ്ട്. അവനിപ്പോൾ അവിടെ എഴുന്നേറ്റതേ ഉള്ളൂ, പല്ല് തേക്കുന്നു. സ്കൂളിൽ പോകണ്ടേ? ആദിത്യനും ആദികേശും. ആദികേശാ പല്ല് തേച്ചോണ്ടിരിക്കുന്നത്, മറ്റേ ആദിത്യൻ തുണി തേക്കുന്നു. ഞാൻ പോരുമ്പോൾ തുണി തേക്കുന്നു, ഇട്ടോണ്ട് പോകാനല്ല. ആദിത്യനാ തുണി തേക്കുന്നു, ആദികേശ് പല്ല് തേക്കുന്നു. ഞാൻ പോരുമ്പോൾ പൊക്കോട്ടേടാ. എന്നാടി പൊന്ന് കഴിച്ചേ? എന്നാ കഴിച്ചേ? ആണോ? ഞാൻ പോവുകയാണേ. അത് തന്നെ.
മതിയോ അപ്പയ്ക്ക് ബസ് ഉണ്ടോ ഇതുപോലെല്ലാന്ന് എനിക്ക് അറിയത്തില്ല. ആ വണ്ടിയെ പാട്ടുണ്ട്. ഏത് പാട്ടാ നീ പറ, എനിക്കും അറിയത്തില്ല. എത്ര വണ്ടിയാ? മൂന്നാമത്തെ ആണല്ലോ. ആ അതല്ലേ, എനിക്കൊന്നും മനസ്സിലായില്ല. ആര് ഇന്നോ പോയി ഞാൻ 1-ാം തീയതി. പിന്നെ തിരക്കുണ്ടായിരുന്നോ? ഭയങ്കര തിരക്കാ. പോകുന്നില്ലേ പ്രാവശ്യം? കൊച്ചിനെ കൊണ്ടു പോയാൽ കൊള്ളാം. 12-ാം തീയതി വരുമോ? ഇറക്കട കാവടിയാ. 12ഓ? ആ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ അങ്ങോട്ടാ ഇപ്പം വീട്ടിൽ ചെറുക്കട അമ്പലം. ആ ഇത് വാ, വണ്ടി വരുന്നു വാ 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 വന്നു. എട്ട് 23 ആശാനെ കാണുന്നില്ലല്ലോ. സാധാരണ ഈ ടൈമിൽ വരേണ്ടതാണ്, ഈ ടൈമിന് മുന്നേ വരേണ്ടതാണ്. ആ വന്നോളും ഇല്ലടാ ലേഡി. ഒറ്റയ്ക്കായല്ലേ? മുടിയാണെങ്കിൽ പഴയ പോലെ ഇരിക്കുന്നേ ഇല്ല. വെള്ളം മുടി കളഞ്ഞിട്ട് ഇന്നലെ മേടിച്ചൊരു, അയ്യോ ഞാൻ എന്താ കാണുന്നത്, നല്ല കമ്മലല്ലേ? വാ എനിക്ക് ഒരുങ്ങണം. ഞാനിവിടെ പോകാൻ നടത്തില്ലേ? എന്നാ ചെയ്യാനാണ്, കുറച്ച് ദിവസം ഇനി തൊട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുക. പപ്പായെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവിടുന്നു, കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കുന്നു. ആ വീട്ടിലല്ല, ഇവിടെ. ഓക്കെ, നമുക്കൊക്കെ ഓരോരോരോ കർമ്മങ്ങളുണ്ട് സുഹൃത്തെ. ആ കർമ്മങ്ങൾ തീർത്തിട്ട് വേണം വീട്ടിൽ ഇരിക്കാൻ. വീട്ടിൽ ഇരിക്കാനാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കല്യാണം കഴിക്കണ്ടായിരുന്നു, വീട് വെറുതെ എനിക്ക് വീട്ടിൽ ഇരിക്കായിരുന്നല്ലോ. എൻ്റെ അപ്പനെ അമ്മയും പുട്ടിടിച്ച്, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയി. പിന്നെ
നീ ഇങ്ങനെ ഇറങ്ങി അതിലേലും പോകുന്ന പോലെ താല്പര്യം എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ഞാൻ കാര്യം ഉണ്ടെങ്കിലും കാര്യമില്ലെങ്കിലും വളരെ അത്യാവശ്യമാണ് ഞാൻ ഇറങ്ങി എനിക്ക് പോയി അതൊക്കെ പൈസ അവിടെ നിന്ന് അടുത്ത പറയും ആ ഹോസ്പിറ്റലിൽ പോകണോ ആവശ്യമില്ലാത്ത കാര്യം നിനക്ക് ഞാൻ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ എന്നാ ഒരു കാര്യം ചെയ്യും നീ വിട്ടിട്ട് ഞാൻ പൊക്കോളാം ആ ആ പൊക്കോളാം ആ പിന്നെ അവിടെ പോയി പണി ചെയ്യേണ്ട കാര്യം ഞാനാണോ ചെയ്യണ്ടേ എന്നാൽ നീ അവിടെ പോയി പണി ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോവാ ഞാൻ ആവശ്യത്തിൽ പൊക്കോളാം ഓക്കെ അല്ലേ ആ ഓക്കെ പോയിട്ട് വാ ആ പോരെ 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 ആ വണ്ടിയുടെ ഓയിൽ എങ്ങാണ്ട് പോയാ ലീക്കാ ആ എല്ലാവരും കൂടെ പോകാൻ ഇത് തന്നെ അവിടെ വല്ല ഓയിൽ ലീക്കായോ എൻ്റെ പോണം അതെ രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുടക്കി ഓർമ്മല്ല എന്താ ആ ഓരോരോ കാര്യങ്ങൾ എന്നാടാ ചേട്ടാ കുറച്ച് ദിവസമായി വീട്ടിലോട്ട് വന്നിട്ട് കാരണം വീട്ടിൽ പപ്പ ഇല്ലല്ലോ ഹോസ്പിറ്റലല്ലേ അപ്പം ഇങ്ങോട്ട് വരവില്ലായിരുന്നു അപ്പോൾ ഇന്നിങ്ങോട്ടൊന്ന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് പപ്പ ഡിസ്ചാർജ് ചെയ്യും പിന്നെ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണേലും എന്തും സംഭവിക്കാം നിങ്ങളതനുസരിച്ച് ഇതായിട്ട് നിൽക്കുക പിന്നെ കാരണം സീരിയസ് ആയിട്ട് വരുന്നേ ഉള്ളൂ കുറയത്തൊന്നുമില്ല ഇപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ വരികയാണ് പിന്നെ ഇതിന് എപ്പം വേണേലും എന്ത് വേണം അത് ഡോക്ടറുള്ളാരും തുറന്ന് പറഞ്ഞു പിന്നെ എന്നാന്ന് വെച്ചാൽ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോയിക്കോ മരുന്നൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല പ്രഷറൊക്കെ നോർമലായതുകൊണ്ട് പ്രഷറിൻ്റെ മരുന്നൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഒരുപാട് മരുന്നൊന്നും തന്ന് വിടുന്നില്ല വീട്ടിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുവാണ് സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ എന്നവിടെ. എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു. ഞാൻ ചന്തുവിനെയും കൂട്ടി പുറപ്പെട്ടു. ഗംഗ ജനിച്ചു വളർന്ന ഏവൂർ എന്ന ഗ്രാമത്തിലേക്ക്. ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി സാമ്പ്രാണിത്തിൽ എടുത്ത് കത്തിക്കാൻ നോക്കുന്നു. ഫാൻ ഓഫ്. ചമ്മിപ്പോയി കത്തിയിട. മോയ് കത്തിച്ചു 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 കത്തിച്ചിട്ടുണ്ട്. കത്തിച്ചു കത്തിച്ചു ഇതിനെ കാണിക്കാൻ പോകും. മഴ പെയ്യുന്ന പ്രോഗ്രാം അല്ലേ? കമ്മലിട്ടില്ല? കമ്മല് വേണ്ട. മൈമ കൊച്ചിൻ്റെ പ്രോഗ്രാം ഉണ്ടെന്ന്. അടിയിലോ വാ ഇതിനായിരുന്നു സാമ്പ്രാണിത്തിരി കത്തിച്ചത്. പോലെ നിൽപ്പുണ്ട്. ജീരക്കവെള്ളം ഉണ്ടാക്കിയൊക്കെ വെള്ളം ഓട്ടയുണ്ട്. അത് ജീരകവെള്ളം. എനിക്കറിയില്ല. എന്നൊക്കെയുണ്ട് കൈ മത്തി. പിന്നെ ഈ മീനിൻ്റെ പേര് അറിയത്തില്ല. അങ്ങനത്തെ ഒരു മീൻ
ഇതെല്ലാം നിൻ്റെ അമ്മയുടെ പ്രശ്നമാണ്. ഇത് കോവയ്ക്ക തോരൻ. Okay, that's all. സ്ലൈം. രാജാവിന്റെ ചോറ് വന്നിരിക്കുന്നു. അതിന് മുമ്പുറത്ത് വേണ്ടേ? അത് കൊള്ളാം. അതിനകത്ത് ഇരുട്ടൊക്കെ അടിയത്തില്ലേ? എടി മോനെ, ഇപ്പൊ അത് കളിക്കാനാണോ കൊച്ചെ ആ കയ്യിലെല്ലാം ആക്കാനായിട്ട്? ചോറ് തരാം. ഞാൻ മീൻകറി ഒഴിച്ചില്ല, മറന്നുപോയി. ഒഴിക്കണോ? ഒട്ടും തരാം. ബാ, ഇവക്ക് ചോറ് അവൾ കൂട്ടത്തില്ല മീൻകറികളാ, ഞാൻ മറന്നു പോകാൻ കാരണം. ബാ, ഇതെന്നാ മീനല്ലേ? പിന്നെ ആ മോതയായിരിക്കും. എന്താ ഞാൻ കൂടി പോയാല്? എന്താ ഞാൻ കൂടി പോയാല്? എന്താ ഞാൻ കൂടെ പോയാല്? എന്തെങ്കിൽ എന്നെ പോക വിടമാട്ടെ. വിടമാട്ടെ. സമയം നീ നോക്കിക്കോ, നിന്റെ സ്കൂളിൽ പോകേണ്ടതാണോ? ഇങ്ങോട്ട് വാ ഓഫി. അത് നിർത്തിയോ? ഓഫ് ചെയ്തോ? എടുക്കാനുണ്ടല്ലേ? കാറ്റ് പോയി. നീ അച്ഛക്ക് എന്താ കൊടുക്കാന്ന് നോക്കാം. എന്താ ആദ്യം അതടക്കേ കുട്ടിയാ ഞാനൊരു അകത്ത് കയറിയിട്ടുണ്ട്. അതാ നിന്റെ അകത്ത് കയറി ഇതില്ലേ അപ്പം ചെയ്യും. അല്ല ഞാനകത്ത് അയ്യോ ഇതെന്തോന്നടി ഇത്? ഇത് വരില്ല, അത് വരികയല്ലേ? ആ തോർത്തയാ കുട്ടി പറിക്കണം കേട്ടോ. Oh my god. Oh my god, what is that?
ഡിസ്ചാർജാ. ആ അത് മുത്തമ്മ എന്തിയാ? മുത്തമ്മ എന്തിയേ? അതുകൊണ്ടാ ഇവിടെ ക്ലീൻ ചെയ്യുന്നതാണോ അതോ ആക്രി തുറക്കുന്നതാണോ നോക്കുവേ. ഇതാ ഉണ്ട് അവിടെ പണി നടക്കുക. ക്യാമറ കൊടുത്തായിരുന്നോ? എന്തേലുണ്ട്. സഫിയ വന്നു. ഇതാണോ സ്കൂള്? വണ്ടി അടക്കടി, വണ്ടി അപ്പുറത്ത് അകത്തോടെ കയറ്റിട്ട് അപ്പുറത്തോടെ അവിടെ ഇറങ്ങാം. അങ്ങോട്ട് പോകാം. ഇറങ്ങി പോരാ, കൊച്ചിനെ വിട്ടേച്ച് പോകാനായിട്ട്. മര്യാദക്കുള്ള അല്ല ഞാൻ ഓർത്തി വണ്ടി ഇതിലേ തിരിച്ചിറങ്ങാൻ പറ്റുമോ? അല്ല എന്നാലും അകത്തോട്ട് അവിടെ എന്താ പരിപാടിയാണോ? അകത്തോട്ടാ കയറി. അവരവിടെ നിർത്തത്ത് പോലുമില്ല. അവരവിടെ നിർത്തത്ത് പോലും ഇല്ലെന്ന്. അല്ല നമുക്ക് ഇതിലെ പോലും എളുപ്പം. ആശുപത്രിയിലോട്ടോ? അല്ല അതിൽ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ആരാ അത്? ജോണി ആന്റണി. അതിനായിട്ടാ പിള്ളേർ മറ്റേ ബാൻഡൊക്കെ ബാൻഡുമായിട്ട്. ഭക്ഷണത്തിന് മുന്നേ കൊടുക്കുന്നതാണ് 10 വെച്ച്. ആശുപത്രി ഇല്ല, 6 മണിയാവും. സ്കൂള് 4 മണി 3:30 വരെ എങ്ങാണ്ടുള്ളൂ. ആ വണ്ടി ഇവിടെ താഴെ വരും. അല്ല വണ്ടി ഇവിടെയുള്ള വണ്ടി വല്ലതും ആണോ? അല്ല ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ വരുന്നത്? അല്ല അവിടുന്ന് വരുന്ന സ്കൂളിൽ നിന്ന്. ഏതാടി മഴ കുഴപ്പമില്ല. ഇവിടെ ഒന്നും നനയത്തില്ല. അവിടെ അത്ര ഭാഗമുള്ളൂ. അത് ഒന്നും കിട്ടിയില്ല.
ആ 3-4 എണ്ണം ചത്തു. ഒരു കുളത്തിനകത്ത് ഒരു പപ്പ് പോലും ശരിക്കും വരാത്തത് ഇവിടുന്ന് കിട്ടിയ മറ്റേ ഏതൊരു കിട്ടിയൊക്കെ നല്ല കോഴിയായിരുന്നു. ഇവിടെ കഞ്ഞിയും കറിയൊക്കെ വെപ്പം നിങ്ങൾ ഇങ്ങോട്ട് മാറിയോ? അങ്ങനല്ല, പകലല്ല ഇവിടെ തന്നെ ആയിരിക്കും കൂടുതൽ. അത്രയാകുമ്പോഴത്തേക്കിന് അങ്ങോട്ട് പോകും. ഞാൻ കണ്ടിട്ടുള്ള സാധനം. ഓ അവിടെ ആ ജയചാച്ചനൊക്കെ വരുമ്പം അവിടെ ആളാണെങ്കിൽ ഞാൻ വേണ്ടി കിടക്കും. ആൾക്കാർ കൂടുതൽ വന്നാലും ഇവർക്ക് കിടക്കാൻ സ്ഥലം. ആ മെഡിക്കൽ ടെസ്റ്റ് ഇന്ന് ഡിസ്ചാർജാ കൊണ്ടുപോകാൻ വേണ്ടി. ഓ എന്റെ വയ്യാഴികയാണോ? നാടൻ കോഴിയാണോ? ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പക്ഷെ അത് ചില കുറച്ച് നല്ലതുണ്ട്. ഇല്ല നാടൻ പോലൊക്കെ ഇരിക്കും, പക്ഷെ അത്രയ്ക്ക് നാടൻ്റെ അത്രയൊന്നും പോകത്തില്ല. ഉണ്ടായിരുന്നേ അതാ ചെറിയാൻ്റെ വണ്ടിയുടെ ഞാൻ തോന്നുന്നു. ചെറിയാൻ്റെ വണ്ടിയുടെ അങ്ങനെ അവിടെ അത് വേറെ വല്ല വണ്ടിയാണെന്ന് അറിയില്ല. ഇത് രാവിലെ തൊട്ടുണ്ട്. രാവിലെ വെള്ളം പോലായിരുന്നു, ഇപ്പോൾ ഉണങ്ങുന്നുണ്ട്. സമയമായോ? ഞാനൊന്നും അറിഞ്ഞില്ല. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നീ പോയി ശമ്പ വിളിക്കണമെന്ന് ജയ പറയുക. ഞാൻ പറഞ്ഞു കൊച്ചു പോകുമ്പോൾ പാടുവെന്ന അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റിയല്ല, അവൾ പോയിട്ട് വന്നല്ലേ സ്കൂളിൽ എന്നൊക്കെ. പപ്പ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 മാസത്തേക്ക് കൂടെ 2-3 ദിവസത്തേക്ക് പപ്പായെ വേറെ റൂമിലോട്ട് മാറ്റുക. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് റീഅഡ്മിഷൻ ആണ് നമ്മൾ ചോദിച്ചതാട്ടോ. ഈ റൂം വെക്കേറ്റ് ചെയ്യുക. അടുത്ത് അപ്പുറത്ത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കിടന്ന അതേ റൂമിലോ, അതേ റൂമല്ല അങ്ങോട്ട്. കുറവൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ കൂടെ കുറച്ചുകൂടെ നോക്കിയിട്ടേ. അവിടെ ചെന്നാലോ ചിലപ്പം അമ്മയും ആണെങ്കിലും ഞാനവിടെ ഇപ്പോൾ രാവിലെ വന്ന് വൈകിട്ട് പോകുമല്ലോ, പിന്നെ ആ സമയം അത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും തിരിച്ചു കിടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ എല്ലാവരും അവിടെ ഇല്ല, അനിയത്തിയൊന്നും അവിടെ ഇല്ലല്ലോ, എറണാകുളത്തല്ലേ. ഒരു 3-4 ദിവസം കൂടെ കുറച്ചുകൂടെ പുറമൊക്കെ ഒന്ന് ശരിയായി വന്നു. കരിഞ്ഞ് മറ്റേ ആ പുറമൊക്കെ പൊട്ടിയിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് ശരിയായിപ്പം. നമ്മൾ തുടയ്ക്കുക എന്ന് പറയുമ്പം പപ്പായ്ക്കതൊരു മറ്റേ തൊലി പോലോ എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ച് തുടയ്ക്കുന്നത്. ഇവർ പക്ഷേ അങ്ങനെ നന്നായിട്ട് തുടച്ച് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-4 ദിവസം കൂടെ ആ ഒരു നഴ്സിംഗ് കെയർ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു കുറച്ച് ദിവസം, ഒത്തിരി ദിവസമല്ല, 5-6 ദിവസം കാണുമായിരിക്കാം, നോക്കട്ടെ. എന്നിട്ട് പപ്പായെ കൊണ്ടുപോകാമെന്ന് വെച്ചു. അല്ലേ പപ്പാ?
എല്ലാം മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? ഉണ്ടോ? ഇപ്പോൾ ഒരു ഫാദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാദർ ഇങ്ങനെ നോക്കിയിട്ട് പറയണേ എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന്. ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ, ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, പ്രതികരിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും 3-4 ദിവസം കൂടെ ഹോസ്പിറ്റൽ വാസം. അമ്മയോടെ കണ്ട് വർത്താനം പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അപ്പോൾ അപ്പുറത്തെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അങ്ങോട്ട് മാറും. എല്ലാവരും ഫോൺ ചെയ്യുന്ന സ്ഥലമാണത് ഇത്. അപ്പോൾ അവർക്ക് ഇതെന്താ എല്ലാവരും ഇവിടെ വന്ന് ഫോൺ ചെയ്യുന്നത്? കാരണം ഇവിടെ മാത്രമേ റേഞ്ചുള്ളൂ. ഹോസ്പിറ്റലിൽ റേഞ്ച് എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലമാണ് ഇവിടെ. അപ്പം ഇവിടെ നിന്നാൽ കിട്ടും. ഞങ്ങളാണ് ഫോണെല്ലാം ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങി വന്നിരിക്കും. അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് കയറി വരും. വല്ലപ്പോഴും ഇവിടെ കിട്ടുക എന്നുള്ളത് ചുരുക്കമാണ് ഇങ്ങോട്ടൊക്കെ റേഞ്ച്. അവിടെ വന്നാൽ അത്രയ്ക്ക് ക്ലിയറായിട്ട് കിട്ടണമെന്നില്ല. ശാംഭവി. ഇന്നുണ്ട്, നാളെ ഇല്ല. ചേച്ചി വരും. വരുമായിരിക്കും. പൊക്ക വീട്ടിൽ ചെന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കിടന്നത് ആ റൂമിലാണ്, ഇങ്ങോട്ട് മാറി. അപ്പായേ, കണ്ണു തുറന്നല്ലോ. അപ്പായേ കയറിപ്പോയി. കയറിപ്പോയെന്ന്. അയ്യോ, എവിടെ ഉണ്ട്? ഉണ്ടായിരുന്നു. എന്നതിന്? നീ ചോറില്ലായിരുന്നു അപ്പം?
പിന്നെ പൊറോട്ട ചോറുണ്ടോ? ചോറുണ്ടോ? പൊറോട്ട ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ആ ചോറ് കറി തന്നെ പൊറോട്ടയ്ക്ക്? സാമ്പാർ ആ മതിയോ? ആ എപ്പോഴാ? ഉച്ചയ്ക്കോ? ചോറാ. ഉച്ചയ്ക്ക് ചോറോ? ചോറിനല്ല പിന്നെ പൊറോട്ട എവിടെയാ? എവിടെയാടി പൊറോട്ട? കടയിൽ. കടയിലോ? ആര് മേടിച്ചു? ചേച്ചി എന്ന്? ആഹാ പൊറോട്ട പോയാടി. ചേച്ചാച്ചി ഒന്നും വന്നില്ല. നാളെ കഴിഞ്ഞാണ് വരുന്നത്. നാളെയാണ് വരുന്നത്. നാളെ ഏ ഏ ഇല്ല. അതെന്നാന്നറിയോ? വേറൊരു കാര്യമുണ്ട്. വേണ്ടേ? ആളെ വെള്ളം കൊടുക്കേ. ആ ഒരു ചേട്ടൻ കാരണം വേണ്ട കാണണ്ട. വേണ്ട കാണണ്ട. വേണ്ട കാണണ്ട. എടുത്ത് വെള്ളം തരുമോ? വെള്ളം താ എല്ലാം വീട്ടിൽ ചെന്നിട്ടുള്ളൂ. പ്ലീസ്. ഒരു പ്ലേസും ഇല്ല. വീട്ടിൽ പോയി കുടിച്ചാൽ മതി. ആരുണ്ട്? സലാമാണ്. ചക്ക കണ്ടോ പ്ലാവെ നിൽക്കുന്നത്? നമ്മുടെ ഇവിടെ ഒന്നും ഒരു ചക്ക പോലും ആയില്ലോ. ഉണ്ടോ? നമ്മള് കടിച്ചക്കയുടെ ഇടിച്ചക്കയോ? ഇടിച്ചക്ക കറി കാണിച്ചിട്ട് ഇപ്പോഴാണല്ലോ. നമ്മുടെ അവിടെ ഒന്നും ഉണ്ടായില്ല. അതില്ല. ഉണ്ട്. അവിടെ ഉണ്ട്. മടുത്ത്. പോയേക്കുവാ. ശാംഭവി വരാറായി. ശാംഭവി ചേട്ടാ വിളിച്ചോളൂ. എങ്കിലും നേരത്തെ ചെന്നേക്കാം. ഒഴിവ് ബസ്സൊന്നും കിട്ടത്തില്ലായിരിക്കും. ജയില്ലടി. ആശുപത്രിപ്പെട്ട് വന്നില്ല. ആശുപത്രിപ്പെട്ട് വന്നില്ലെന്നാ മുണ്ടക്കത്. അല്ല പപ്പാടുത്ത് പോയിട്ട് വന്നില്ല. ആരണേ ഉള്ളൂ.
ഇതിനകത്ത് വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ. നീ വെള്ളമൊന്നും കുടിക്കുന്നില്ല സ്കൂളിൽ പോയി? ഇവിടെ നിന്ന് ഓട്ടോയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുന്നു. ഓട്ടോ നേരെ മുണ്ടക്കയം ടൗണിലോട്ടാണ്. നമുക്ക് പിന്നെ ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നാൽ മതി. വരുന്നവരൊക്കെ ചിലരൊക്കെ പറയുവേ നിങ്ങൾ ഇത് കയറ്റത്തിൻ്റെ അങ്ങ് മലയുടെ മണ്ടയിലാണ്, കയറ്റത്തിലാണ്. പക്ഷെ നമുക്ക് ഏത് പാതിരാത്രി എവിടെ പോയിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്താം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ബസ്സില്ലെങ്കിൽ രക്ഷയില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് വണ്ടി വേണം. അല്ലാതെ ഇപ്പോൾ ഒരു ബസ്സിന് ഇറങ്ങിയിട്ട് വരവ് നടക്കില്ല, അല്ല ഇവിടുന്ന് ഓട്ടോ വിളിച്ച് കുറേ ഉണ്ട് ദൂരം. നമുക്കങ്ങനല്ല, ഇവിടുന്ന് എവിടെ പോയിട്ട് ഇറങ്ങി വന്നാലും നമുക്കിവിടെ സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലൂടെ നടന്നു പോകാം. അതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ശബരിമല സീസണായതുകൊണ്ട് പോലീസുകാരൊക്കെ ഇങ്ങനെ അങ്ങ് റോന്ത് ചുറ്റുമാണ്. ശാംഭവി പോയെന്ന് തോന്നുന്നു, അവിടെ കാണുന്നില്ലല്ലോ. ശാംഭവിയെ കാണുന്നില്ല, കയറിപ്പോയെന്നാണ് തോന്നുന്നത്. അമ്മ ഇനിയിപ്പോൾ ഓടി നിന്നിട്ട് കാര്യമില്ല, പതിയെ പോവാം. ദൈവമേ വലിയൊരു ബസ് വരുന്നു, അതിന് മുന്നേ അപ്പുറത്തോട്ടൊന്ന് ചാടട്ടെ, അല്ലെങ്കിൽ ഞാനവിടെ സ്റ്റക്കായി പോവും. താഴ്ത്താക്കാ പറഞ്ഞ അവളിപ്പോൾ അങ്ങോട്ട് കയറിപ്പോയി എന്ന്. എൻ്റെ അമ്മേ ശ്വാസം മുട്ടുന്നു, അവരങ്ങ് പോയി. അയ്യോ ഇനി ഓടിയിട്ട് കാര്യമില്ല, പതിയെ. വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്ക് നേകുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം. വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ഈയായിട്ട് സമയം കിട്ടുന്നില്ല. എന്ത് ചെയ്യും, ഓട്ടോ ഒക്കെ അല്ലേ. അയ്യോ ആ മടുത്ത്. എന്താടാ? ആ ഓക്കെ 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 ഓക്കെ. കുറച്ച് മുമ്പ് കൂടെ പറയാൻ പറ്റുന്നത്, കുറച്ച് ഒരു 10-15 മിനിറ്റ് തന്നെ പറയണേ. ഓക്കെ ആയിരുന്നു, ഞാൻ വരത്തില്ലായിരുന്നു. കൊച്ചൻ ദേവി അപ്പുറത്തുണ്ട്. ഞാൻ ഓടി വന്നത് പോലെയാണോ സമയത്ത്? ആ കൊച്ചു വരാൻ വേണ്ടി ഇച്ചിരി താമസിച്ചുപോയി. നിങ്ങൾക്ക് കയറി വന്നേ ഉള്ളൂ, ഞാൻ അറിഞ്ഞു. അയ്യോ അവിടെ ഉണ്ടോ വെള്ളം? ഇത് വെള്ളം തിരിച്ചുകൊണ്ടെന്നല്ലോ. മതി, ഞാൻ ശ്വാസം വിടുന്ന എന്തിനേക്ക് എടുക്കുവാ? ആണോ പറയൂ. ഞാൻ പപ്പായ അവിടെ നിന്ന് മാറ്റി വെച്ച് നമ്മൾ ഞാൻ കാരണോ ഡിസ്ചാർജ് ആയതാ എഴുതി. അതെ ഞാൻ കാരണോ. ഇപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അപ്പുറത്തെ ഈ റൂം വേണ്ട, അത് അപ്പുറത്തെ സാധാ റൂം മതി എന്നിങ്ങനെ പറഞ്ഞു. 3-4 ദിവസം കൂടെ ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഡോക്ടർ ഞാൻ ഓക്കെ ആയാം. പിന്നെ ഡോക്ടർ എനിക്ക് പറഞ്ഞതെന്നു വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനുള്ള ഒരു മെഡിസിൻ ഒന്നും കൊടുക്കാൻ അങ്ങനെ ഇല്ല. അതുകൊണ്ട് പിന്നെ നേഴ്സുമാരുടെ ഒരു ഇത് കിട്ടും, കെയർ കിട്ടും, അത് കിട്ടുമെന്ന് പറഞ്ഞു. അത് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റിയേക്കാന്നൊക്കെ പറഞ്ഞാൽ പഴയ റൂമില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് അമ്മയെക്കൊണ്ട്. ഇപ്പം ഞാനിപ്പോൾ രാവിലെ വന്നിട്ട് വൈകിട്ട് പോയി വിചാരിച്ചാൽ അത് കഴിഞ്ഞിട്ടായിരിക്കും അമ്മയ്ക്ക് പപ്പ അപ്പൊ പിന്നെ ഞാൻ ഇനിയിപ്പോ എന്നൊന്നും എനിക്ക് അങ്ങോട്ട് പോക്ക് വയ്യ. എനിക്ക്
കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കണം. എനിക്ക് എൻ്റെ ആരോഗ്യം അത്ര നല്ല സുഖമായിട്ട് പോകുന്നില്ല. എനിക്ക് തലവേദന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇന്ന് ഇവിടെ നിന്ന് പോയി അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഓടി വന്ന് ഈ നടപ്പൊന്നും എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്തായാലും അങ്ങനെ അവിടെ കൊണ്ടാക്കി അപ്പുറത്താക്കി അവിടെ കൊണ്ടുവന്നാക്കി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം എടുത്ത് വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അന്നേരം തന്നെ ഓടിങ്ങി പോന്നു. അതാണ് പറഞ്ഞു വന്നത്. അല്ലാതെ ഞാനവിടെ ചുമ്മാ ഇരിക്കുകയല്ല ആയിരുന്നു. ചുമ്മാ സമയം പോകാൻ വേണ്ടി ഇരുന്നതല്ല. അങ്ങോട്ട് മാറ്റിയിട്ട് അമ്മയെ അപ്പിച്ചിട്ട് വേണ്ട പോകാൻ. അന്നേരം രാവിലെ കൊച്ചിൻ്റെ പ്രോഗ്രാം അല്ലേ, ഇപ്പോഴും ആയിട്ടില്ല കൊച്ചിൻ്റെ. ഇനി ഇരിക്കുന്നു, രാത്രി സന്ധിക്കല്ലേ. അവരിപ്പോൾ അങ്ങോട്ട് വരും. അപ്പോൾ അവരെ താമസിക്കല്ലോ നോക്കി ഞാനിങ്ങനെ പോന്നു. പപ്പ വിഷയമുണ്ടല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് കണ്ണൊക്കെ എങ്ങ് തുറക്കുന്നു. ഇങ്ങനെ കണ്ണൊക്കെ പാതി തുറന്നു. എന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് ആ റൂമിൽ നിന്ന് മാറ്റിയില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ AC പറ്റുന്നില്ലാണ്ടായിരുന്നോ എന്ന് ചോദിച്ചേ. കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരു ഫാദർ അവിടെ വന്നായിരുന്നു. ഇങ്ങനെ അപ്പം ഫാദർ പറഞ്ഞാൽ നല്ല ഉള്ളിൽ നല്ല ബോധമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞേ. അവിടെ ഇതുണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വന്നിട്ട് പോവും. അവർക്ക് ഇങ്ങനെ വായും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അതിന് മറുപടിയായിട്ട് വാ അനക്കുന്നുണ്ട്. എന്തോ അമ്മയ്ക്ക് പക്ഷേ എന്തോ റൂം അത്ര ഇല്ലാന്ന് തോന്നിച്ചാൽ മറ്റേ റൂമെന്ന് വെച്ചാൽ നല്ല ഇച്ചിരി കൂടെ ബോറൊന്നുമല്ല. എന്നാലേ അമ്മ പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്നൊരു അങ്ങനല്ല. അല്ലെന്നേ ആ റൂമെന്ന് വെച്ചാൽ നല്ല ഇതല്ലേ. നല്ല റൂമിന് പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു പിന്നെ ഇവിടെ കുറെ 10 ആൾക്കാരെ കാണാൻ വർത്താനൊക്കെ വെറിയിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നിന്നൊക്കെ നടക്കാം. അവിടെ എന്ന് പറഞ്ഞപ്പോൾ നേഴ്സിംഗ് സ്റ്റേഷനോട് തൊട്ടടുത്ത് അതേ ഉള്ളൂ. ശരി, സന്തോഷം.